ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസണിലെ എല്ലാ സീസണും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തീരെ ഇഷ്ടപ്പെടാത്ത രണ്ട് കണ്ടസ്റ്റൻസ്, ബദ്ധശത്രുക്കളായിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ടാവും. ഇതിലിപ്പോൾ നമ്മൾ ഓരോ സീസൺ എടുക്കുകയാണെങ്കിൽ സീസൺ 4 ഡോക്ടർ റോബിനും അതുപോലെ തന്നെ ജാസ്മിൻ മൂസ. അല്ല, 5 കണ്ടാണ് ജുനൈസും അതുപോലെ ശോഭയും ജുനൈസൊക്കെ ഏകദേശം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ അവർക്ക് എതിരെ നിന്നിരുന്ന് അഖിൽമാരാര്. അതുപോലെ സീസൺ 6 നമുക്ക് അറിയാം, ജാസ്മിനും ജിൻഡോ തമ്മിൽ ഭയങ്കര ഒരു അവർ തമ്മിൽ അത്ര സർജേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ജിൻഡോ സിജോ ശരിക്കും പറയുകയാണെങ്കിൽ സീസൺ 6 ഒരുപാട് ആൾക്കാർ തമ്മിൽ അത്ര ഐക്യമില്ലാതിരുന്ന കുറേ ആൾക്കാർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരുപാട് ആൾക്കാർ ഒരു ഗ്യാങ്ങും ജിൻഡോ എതിർവശത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ബിഗ് ബോസിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടാൻ തന്നെ സമയം ഇല്ലാതെ ഗെയിമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. അങ്ങനെ കുറച്ച് ഇപ്പോൾ 2 ആഴ്ച ആയതോടുകൂടി ബിഗ് ബോസ് ഒന്ന് ക്ഷമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സമയം വിട്ടുകൊടുത്ത പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് എലിമിനേഷൻ, പെട്ടെന്ന് ഗെയിം അങ്ങനെ പറഞ്ഞ് ഒരു പെട്ടെന്ന് കാര്യങ്ങളൊന്നും അവർ തന്നെ ആകെ പതറിപ്പോയിരിക്കുന്നു. ഇത് മുൻകാലങ്ങളിലുള്ള ബിഗ് ബോസുകൾ പോലെ അല്ലല്ലോ എന്ന് അവർക്ക് കണ്ടസ്റ്റൻസ് തോന്നുന്ന സമയത്താണ് ബിഗ് ബോസ് ഇപ്പോൾ ഇത്തിരി സമാധാനപരമുള്ള കുറച്ച് കാര്യം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം തന്നെ തുടങ്ങിയ ഗ്രൂപ്പിസ് ഇപ്പം തന്നെ ബിഗ് ബോസ് സീസൺ 7 ഹൗസ് 2 ആയിട്ടാണ് വിഭജിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഗ്യാങ്, അടുത്ത ഗ്യാങ്. ഇപ്പം മൈജിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു ഡാൻസ് പരിപാടി തുടക്കം തന്നെ നമുക്ക് മനസ്സിലായി അവരെല്ലാവരും ഈ ഗ്യാങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ് അവരുടെ ഡാൻസ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിലെ തോൽവിയും ജയം പോലും അവരെ ഒരുപാട് ബാധിച്ച പോലെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ നോമിനേഷനിലേക്ക് പേര് സജസ്റ്റ് ചെയ്ത ആൾക്കാർ, ഈ ഒരു ഗെയിമിൽ ജയിച്ച, അതായത് ഡാൻസ് പ്രോഗ്രാമിൽ ജയിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ കുറ്റം പറയും. ഇപ്പം എൻ്റെ പെർഫോമൻസ് മോശമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇവർ നോമിനേഷനിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഡാൻസ് നന്നായി ചെയ്ത് അതിൽ സമ്മാനം മേടിച്ച ആൾക്കാർ പറയുന്നുണ്ട്, എന്ത് കാര്യത്തിലാണ് എന്നെ ഇപ്പോൾ ഇതിട്ട്, എൻ്റെ പെർഫോമൻസ് കണ്ടില്ല, ഞാൻ വളരെ നന്നായി ചെയ്തില്ല, അങ്ങനെയൊക്കെ ഇപ്പോൾ സരിക്കൊക്കെ പറയണത് ഞാൻ കേട്ടു. സരിക്കെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത് RJ ബിനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു അപ്പാനിയും അക്ബറും ഒരു സെറ്റായിട്ട് ഷാനവാസിനെ കുറേ നാളായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് 1-2 ആൾക്കാർ തമ്മിലുള്ളത് മാറി ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഇവർ കളിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അത് എല്ലാ ബിഗ് ബോസ് സീസണിലും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ശത്രുക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ട് പരിചയമുള്ള അപ്പാനിയും അതുപോലെ തന്നെ ഷാനവാസ് ഒക്കെയാണ്. അതുപോലെ തന്നെ അപ്പാനിയും അനീഷും തമ്മിൽ തീരെ ചെയ്യില്ല. ഇപ്പോൾ അനീഷ് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, അനീഷിൻ്റെ കളിയൊക്കെ ഒന്ന് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഇഷ്യൂസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയ 2 പേര് ഭയങ്കരമായിട്ട് ശത്രുക്കളെ പോലെ പെരുമാറുന്ന 2 പേരാണ് ഇപ്പോൾ ജിസയിലും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും. ഇവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പിൻ്റെ കുറേ കാര്യങ്ങളിൽ തുടങ്ങിയത്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞല്ലോ, ആരും തന്നെ സ്വന്തം ഒരു കാര്യങ്ങളും ബിഗ് ബോസിനകത്ത് യൂസ് ചെയ്യരുത്. ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ്, മേക്കപ്പ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ബിഗ് ബോസിന്. ആരും തന്നെ സ്വന്തമുള്ള ഒരു വസ്ത്രങ്ങളോ മേക്കപ്പ് സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന്. പക്ഷേ ജിസേല് അത് അടിക്കടി ഒരു 3ാമത്തെ വാർണിംഗ് ഒക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുക്കുന്നത്. ജിസേല് സ്വന്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു, പിന്നെ അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ പണിപ്പുര എന്ന് പറയുന്ന ആ ഒരു ടാസ്കിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഡ്രസ്സും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ കിട്ടുന്നവരിൽ നിന്ന് ജിസേൽ അടിച്ചു മാറ്റി ജിസേൽ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജിസേലിൻ്റെ ഈ കള്ളത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുമോള്. അപ്പോൾ ജിസേലത് ഭയങ്കര തലവേദനയായിരിക്കണം അനുമോളെ കൊണ്ട്. അനുമോള് എന്ന് വെച്ചാൽ ജിസേലിൻ്റെ ആ ഒരു അലമാര അതൊക്കെ തുറന്ന് അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കട്ടെടുത്ത് എന്താണെന്നൊക്കെ പരിശോധിക്കുന്ന ഒരു പോലീസ് കണക്കെ ജിസേലിനെ പിടികൂടാതെ നടക്കണം. ജിസേലിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജിസേൽ എപ്പോഴും എല്ലാവരോടും പറയുന്നുണ്ട്, ഈ അനുമോളെ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, മറ്റുള്ള ഒരാളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷേ അനുമോളെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, തീരെ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ അനുമോള് പറഞ്ഞ് എല്ലാവർക്കും ഒരേപോലെയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്, ഒരു സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരാൾ വ്യക്തി മാത്രം കട്ടെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതെനിക്ക് ബിഗ് ബോസിനെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇയാൾ കട്ടെടുത്ത് പല ലിപ്സ്റ്റിക്കും അതുപോലെ മറ്റ് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് ബിഗ് ബോസിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അനുമോള് നടക്കുന്നത്. ജിസേനെ തീരെ പിടിക്കുന്നത്. അപ്പോൾ അനുമോള് നോക്കുമ്പോൾ ജിസേൻ്റെ ചുണ്ട് നല്ല ചുവന്നിരിക്കുന്നു, അതുപോലെ തന്നെ കവളത്ത് കുറേ റോസ് പൗഡർ അടിച്ച പോലെ തോന്നുന്നു, അതൊക്കെ മേക്കപ്പ് ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് ജിസേൽ എന്തെങ്കിലും തന്നെ
മുഖം കഴുകിയിട്ട് അതിൻ്റെ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും നിലത്തിട്ട് കഴിഞ്ഞാൽ അത് എടുത്തു കൊണ്ടുവന്ന് എല്ലാവരും മുമ്പിലും അനുമോൾ കാണിച്ചു കൊടുക്കും. കണ്ടോ, ഇതിൽ മേക്കപ്പിൻ്റെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, ഇവർ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എടുത്തു കൊണ്ടുവന്ന ടിഷ്യൂ പേപ്പർ എല്ലാവരും കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത് ആര്യന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ആര്യൻ്റെ കയ്യിൽ നിന്നും ജിസേൽ എടുത്തു കൊണ്ടുപോയിട്ട് മേക്കപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ആര്യന് അത് കൊടുത്ത് തെറ്റാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ആര്യൻ പറഞ്ഞത് ഞാൻ കൊടുത്തതല്ല, എൻ്റെ നിന്ന് എടുത്തു കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ അതിനെക്കുറിച്ച് വിമർശിച്ചു. ആദ്യം മുന്നോട്ട് നിൽക്കുന്നത് അനുമോൾ തന്നെയാണ്. അപ്പോൾ ജിസേലിനെ തീരെ പിടിക്കുന്നത്, പ്രത്യേകിച്ച് ജിസേലിൻ്റെ ഒരു കാര്യമുണ്ട്. ജിസേലിൻ്റെ കുറേ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് മുഖത്തും കാര്യത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കണം. അപ്പോൾ അവർക്ക് മേക്കപ്പ് ഇല്ലാതെ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവരെ അത് ഭയങ്കരമായിട്ട് അവരത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് മേക്കപ്പൊക്കെ കട്ടെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ജിസേലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുടെ ഒരു പേഴ്സണൽ ലൈഫിനെ ശരിക്കും പിടിച്ചു കുലുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത്. അത് തെറ്റാണ് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പാവം തോന്നുന്നു അല്ലേ. അതുപോലെ അനുമോള് പിന്നാലെ നടന്ന് ചെയ്യുന്ന കാര്യങ്ങളുടെ അനുമോളുടെ ഭാഗത്തത് തെറ്റുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ജിസേലിൻ്റെ ഒരു ഗെയിം ഒരു പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ബിഗ് ബോസിനെതിരെ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അറിയാതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പൊതുജനത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ചെയ്യുന്നത്. പക്ഷെ അത് ഇത്തിരി ഓവറായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ജിസേലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജിസേലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ജിസേലിൻ്റെ മുഖത്ത് നോക്കി ഇവർ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നടക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് 1, 2, 3 തവണയൊക്കെ വാൺ ചെയ്തിട്ടുണ്ട്. ഇനി ജിസേൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇത്രയധികം ക്യാമറകളുള്ളതല്ലേ, അങ്ങനെ ബിഗ് ബോസ് കണ്ടെത്തുകയാണെങ്കിൽ ജിസേലിനെ പിടിച്ച് പുറത്താക്കണം. അല്ലാതെ ഇവർ തമ്മിലായിട്ട് കടുപിടി കൂടിപ്പിച്ച് രസിക്കുന്ന ഒരു ലെവലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിസേലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇത്രയും തവണ ബിഗ് ബോസ് വാൺ ചെയ്തിട്ട് പോലും അതിനെ അവഗണിച്ചുകൊണ്ടാണ് ജിസേൽ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഇനി അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വെച്ചാൽ അനുമോൾ ഭയങ്കരമായിട്ട് ജിസേലിനെ ടാർഗറ്റ് ചെയ്ത് ജിസേൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാതെ കുറേ കുറ്റപ്പെടുത്തലുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ജിസേൽ എന്തെങ്കിലും പറയുമ്പോഴേക്കും അനുമോളുടെ കൺട്രോൾ പോയി അനുമോള് ജിസേലിൻ്റെ കൈ പിടിച്ച് വലിക്കുന്നതൊക്കെ നമ്മൾ ലൈവിലൊക്കെ കണ്ടാണ്. പലരും പറയുന്നുണ്ട് അത് ജിസേലാണ് കൈ തട്ടിയത്. അല്ല, സത്യമായിട്ടും അത് അനുമോളുടെ ഭാഗത്തുനിന്ന് തെറ്റാണ്. അനുമോള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അനുമോള് കരച്ചിലും ബഹളവും ഒക്കെ ആയി അതിന് മുമ്പായിട്ട് ജിസേലിൻ്റെ കൈ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൈ പിടിച്ച് വലിക്കുന്ന സത്യത്തിൽ ബിഗ് ബോസിൻ്റെ ഒരു അസോൾട്ടായിട്ടാണ് കണക്കാക്കുക. പക്ഷേ ഒരു അടിയല്ല നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ബിഗ് ബോസ് അത് ക്ഷമിക്കും. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇനി വീക്കെൻഡ് എപ്പിസോഡ് വന്നാലേ അറിയുള്ളൂ. എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അനുമോൾ ചെയ്തത് ഭയങ്കര തെറ്റാണ്. പിന്നെ അനുമോൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കരയുന്നത്? ഒരു കാര്യം തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം. അതിന് എതിരെ അവർ എന്തായാലും കൗണ്ടർ ചെയ്യുമല്ലോ അവരെന്തായാലും. അപ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സില്ല, ഒരു മനസ്സുറപ്പില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എന്തിനാണ് ബിഗ് ബോസ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അനുമോൾക്ക് പറ്റുന്നില്ല, അനുമോൾ ക്വിറ്റ് ചെയ്ത് പോയിരിക്കും നല്ലത്. അല്ലാണ്ട് നമ്മൾ അവർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ജെന്യുവിനാണെന്ന് പലരും പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പോയി നിന്ന് കരയുന്ന ഒരു രീതി കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. കരച്ചിലോളി എന്ന് തന്നെയാണ് നമ്മളതിനെ പറയുക. അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ, കരഞ്ഞുകൊണ്ട് ആൾക്കാരുടെ മനസ്സിലെ ഇഷ്ടം പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലുള്ള കുറേ കണ്ടസ്റ്റൻസ്, പ്രത്യേകിച്ച് സീരിയൽ നടിമാരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും അത്ര വലിയൊരു നടിയാണ് അനുമോൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജിസേൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആണ്. അവർ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയി വന്നുകൊണ്ടുള്ള ഒരു തൻ്റെ കഴിവൊക്കെ അവർക്കുണ്ട്. പിന്നെ അവരാണ് ശരിക്കും അനുമോളേക്കാൾ കൂടുതൽ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവർ മലയാളികളുടെ മുമ്പിൽ ആദ്യമായിട്ട് വരികയാണ്. അവരുടെ ഒരു ഫിഗറും അവരുടെ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും അതൊന്നും അവർക്ക് വേണ്ട വിധത്തിൽ ഈ ബിഗ് ബോസിൽ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ബിഗ് ബോസ് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് പോലെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ സ്ട്രോങ് എൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ജിസേലാണ് കുറച്ചും കൂടി സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്. അനുമോൾ കുറച്ച് വീക്കാണ്. ഈ കരഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. കുറേ കാര്യങ്ങൾ പിന്നെ അത് നടന്ന് കുറേ കണ്ടന്റ് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ജിസേൽ ഉണ്ടാക്കുന്ന കണ്ടന്റിന് അത്ര എത്തുന്നില്ല എന്നാണ് എനിക്ക് ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ രണ്ടുപേര് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അനുമോള് ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് അമ്മമാരുടെയും സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും പോകെ പോകെ ഓരോ വീക്ക് കഴിയും തോറും തന്നെ ജിസേലിനുള്ള ആളുകളുടെ ഇഷ്ടം കൂടും. കാരണം ജിസേൽ സ്ട്രോങ് ആയിട്ടാണ് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഒരു കരച്ചിലുമില്ല, ഡ്രാമയില്ല, ഒന്നുമില്ല. അവർക്ക് പറയാനുള്ളത് അവർ തുറന്നു പറയുന്നു. അവർ ഭാഗത്ത് തെറ്റാണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കുന്നു, തെറ്റല്ലെങ്കിൽ അവർ അതിനെ
വാദിക്കുന്നു. അല്ലാതെ ഒരു മുക്കിൽ പോയി നിന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, എന്നെ പൊക്കം കുറഞ്ഞവളെന്ന് പറഞ്ഞു, എന്നെ കളറില്ലാത്തവളെന്ന് പറഞ്ഞു, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിഗ് ബോസിലോട്ട് വരരുത്. ഇത്രയുള്ള നമ്മൾക്കുള്ള നെഗറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ നേരിടണം എന്നുള്ള രീതിയിൽ തന്നെ ബിഗ് ബോസിൽ പോയിട്ട് കാര്യമുള്ളൂ. അതില്ലാത്തവർ പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അനുമോളാണ് കുറച്ചും കൂടെ വീക്ക് കണ്ടസ്റ്റൻ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അനുമോൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഇന്ന് ക്വിറ്റ് ആവാനായിട്ട് അധികം വീക്സ് ഒന്നും വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പുറത്തെ എല്ലാ കണ്ടസ്റ്റൻസും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വീക്കായി പോകുന്നത് അനുമോൾ തന്നെയാണ്.